ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിരാവിലെ ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴേക്കും ഞങ്ങൾ കൂടും പടക്കം എണീറ്റു. ഒന്ന് സുഖം പിടിച്ച് വന്നപ്പോഴേക്കും മസാജറിന് ചത്തുപോയി. അപ്പോഴാണ് സ്നേഹം കൊടുത്താൽ മാത്രം ഓടുന്ന പ്രത്യേകതരം മസാജറിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇന്ന് ലൈറ്റ് ആയിട്ട് മുട്ടി നോക്കിയപ്പോണ്ട് ആ സ്നേഹം ഒന്നും ഇപ്പൊ അവിടെ സ്വീകരിക്കുന്നില്ല. പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ നോക്കാന്ന ഈ ഭാര്യ. അവള് പറയുമ്പോഴേക്കും ഡിമാൻഡ് അംഗീകരിക്കാൻ പട്ടി വരും. പിന്നെ ആലോചിച്ചപ്പോണ്ട ഞാനെന്തൊരു തുഷ്ടനാടാ, കാലോട് ഞാളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടാ, നേരത്തെ പറഞ്ഞൊക്കെ മാച്ചളഞ്ഞ് കിട്ടാ. അങ്ങനെ നമ്മുടെ പരിപാടികൾ നല്ല രീതിയിൽ ഇങ്ങനെ പുരോഗമിച്ച് വരാണ്. ഞാനതിൽ മയങ്ങി വീടൊന്ന് തിരിച്ചറിഞ്ഞപ്പോ ആവശ്യങ്ങൾ കൂടാണ്. ഞാനിപ്പോ ട്രൈപോഡായിട്ട് വർക്ക് ചെയ്യണം പോലും. എന്റെ അവസ്ഥ പറഞ്ഞാണ്ടല്ലോ, എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ പൂസ എവിടെയാ നോക്കിയപ്പോ ടി വി കണ്ടിരിക്കുന്നുണ്ട്. കോലം നോക്കിയപ്പോണ്ട ലോൺ എണ്ണയിൽ മുക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങ് വറുത്ത് കോരി ആ പൂസ് ഫ്രൈ റെഡി. അപ്പൊ കുളിയും ചേപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്രയാവാണ്. പൊരുതി നേടിയ ഒരു എക്സ്പ്രഷൻ കണ്ട നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ആ ചിരിയുടെ എന്തോ ഒരു സൈക്കോ ഉണർന്നിരിക്കണില്ലേ. ഞാനല്ല വളർത്തി വലുതാക്കി, എന്നെ പറഞ്ഞാൽ മതി. ശരിക്കും എന്തിനാ പുറത്തു പോകണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ പോകുന്നതായതുകൊണ്ട് എനിക്ക് 2 കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. വണ്ടി ഓടിച്ച് മർത്താകര സെക്കൻഡിൽ എത്തിയിട്ട് ലെഫ്റ്റോ റൈറ്റോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. പെണ്ണുങ്ങളുടെ മെയിൻ പരിപാടിയാണല്ലോ ഈ മുഖത്ത് നോക്കി ചിരിക്കണം. നമ്മളങ്ങ് കാര്യം മനസ്സിലാക്കി എടുത്തോണം. കാര്യം എനിക്ക് മനസ്സിലായി. ആ ഉണ്ണിവയറൊന്നും അറിയണം, എന്റെ പോക്കറ്റ് ഒന്ന് കാലിയാവണം. ഞാൻ ഗസ്റ്റ് ചെയ്ത് ഉത്തരം ശരിയാണോ എന്നറിയാൻ നിങ്ങൾ ഈ മോന്തയ്ക്ക് നോക്കിയാൽ മതി. ഒരു മാസം ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ട് അടുത്ത മാസം കൺഫേം പട്ടിണിയാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും കാണിക്കട്ടെ എന്നായി ഞാനും. അപ്പൂസ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ മറിച്ചൊന്നും പറഞ്ഞില്ല, കുട്ടികളെല്ലാം വലുതാവട്ടെ എന്ന്. പക്ഷെ അവളുടെ കൈ പോണ കണ്ടപ്പോ ചെറുതായിട്ട് നെഞ്ചത്തൊരു വേദന. ആ മട്ടനീന്ന് കൈയെടുക്കപ്പെടണേ. കുറെ നാളായിട്ട് വരാത്തോണ്ടാണോ അത് പച്ചക്കറിക്ക് വില കൂടിയോണ്ടാണെന്ന് അറിയില്ല. സലാഡ് ഒന്നും ഇല്ലേ. ഫുഡ് വരുണ്ടോ എന്ന് തലത്തിച്ച് നോക്കുന്ന ഒരു സുഖ. പക്ഷെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. അതേതാണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് മെൻഷൻ ചെയ്യാവരും കാണട്ടോ. ഫുഡ് അടിച്ച് നേരെ വിട്ട് തന്റെ ഷൂ സർവീസിന് കൊടുക്കാനാണ് കേട്ടോ. 4 വർഷം പഴക്കമുള്ള ഷൂ ഒക്കെ സർവീസ് ചെയ്ത് തരുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ചെന്നപ്പോൾ നല്ല ക്ലീൻ ഡീലിംഗ് ആയിരുന്നു, ചെയ്തുതരാന്നും പറഞ്ഞു. പ്രൊമോഷണൽ ആട്ടാ. ഭൂരിഭാഗം മിഡിൽ ക്ലാസിന്റെ പരിപാടി കാശില്ല സമയത്ത് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഷൂ ആണ്. വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറിയും പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിൽ പോകുമ്പോഴേക്കും തുടങ്ങി പരിപാടി. ഇതടിക്കണതിന്റെ മുമ്പ് നിങ്ങൾ കണ്ടതല്ലേ, ശേഷം ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യട്ടാ, അവരും അറിയട്ടോ.